ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ ചവറിറക്കിയതിൻ്റെ കമ്പൊക്കെ ചവറ് പൊഴിച്ചിട്ട് കമ്പ് മാറ്റിയിട്ടില്ലേ, ആ കമ്പ് തന്നെയാട്ടോ ഇന്നും ആശ്രയം. എന്നാന്ന് കാണിച്ചു തരാം. ഞാനപ്പോൾ കുറ്റി 2-3 കുറ്റി ഉണ്ടാക്കണം. അതൊന്ന് കൂർമ്പിച്ചും കൂടെ എടുക്കാം. ജസ്റ്റ് ഒന്ന് കൂർമ്പിച്ചെടുക്കുന്നത്. കമ്പുള്ളത് കമ്പടിച്ച് കളയണ്ട കേട്ടോ, അതിന് കയ്യിലൊക്കെ കുത്തിക്കയറില്ലേ. അതൊന്ന് കൂർമ്മിച്ചെടുക്കട്ടെ. അപ്പോൾ ഞാൻ 3-4 കുറ്റിയൊക്കെ റെഡിയാക്കിയിട്ട് വന്നിട്ടുണ്ട്. എന്തിനാണെന്നല്ലേ കാണാം. കണ്ടോ, ഞാനിവിടെ 2-3 കപ്പ നട്ടോ. അതൊക്കെ ചാഞ്ഞും ചെരിഞ്ഞൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുറ്റിയും കൂടെ ഒന്ന് അടിച്ച് താത്തി അതിനെ ഒന്ന് നേരെ നിർത്തിയിട്ട് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ കേട്ടോ. അപ്പോൾ നമുക്ക് കുറ്റി കുത്താം. ഇതൊക്കെ വലിയ കുറ്റി. ചുറ്റിക കൊണ്ട് അടിച്ച് താത്തു കേട്ടോ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ ഞാൻ ചുറ്റിക എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാനൊന്ന് എളുപ്പവഴി നോക്കിയതാണേ. ആ കാറ്റത്ത് മൊത്തം പെടന്നു പോയേ, അതാണ് സംഭവിച്ചത്. ഇവിടെ അല്പം പള്ളയൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. ഇത് ഒന്ന് കുത്തി കൊടുത്തിട്ട് പള്ളയൊക്കെ ഒന്ന് പറിച്ചെന്ന് മണ്ണും അങ്ങ് ഇട്ട് കൊടുക്കാം. കഴിഞ്ഞ തവണ ഇവിടെ തന്നെ കഴിഞ്ഞ കൊല്ലം കപ്പ നട്ടതാണ്. പക്ഷെ ഫുള്ള് എലി കൊണ്ടുപോയി. നല്ല അത്യാവശ്യം കിഴങ്ങൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എലി ശല്യം ഭയങ്കരമായിരുന്നു. കമ്പ് കുത്തിയിട്ട് വള്ളി കെട്ടിയൊന്നുമില്ല കേട്ടോ, അങ്ങനെ നേരെ നിന്നു. ഇനി ഇതിൻ്റെ ചുവട്ടിലെ ചപ്പൊക്കെ ഒന്ന് പറിച്ചിട്ട് മണ്ണിട്ട് കൊടുക്കാം. നമ്മുടെ ഒരു ചൂട് മൊത്തം ഇതിലെ കയറിപ്പോയിട്ടുണ്ട് കേട്ടോ. വലിയ ആരോഗ്യശേഷിയൊന്നുമില്ല. എന്നാലും ഇവിടെ ചോലയായതുകൊണ്ട് അവിടെ ഇച്ചിരി വെയിലേറുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ ഓക്കെ ആയിക്കോളുമായിരിക്കും. ഇച്ചിരി വളമൊക്കെ ഇട്ട് മണ്ണൊക്കെ ഇടുമ്പോഴേ ഇതൊക്കെ എലിയൊക്കെ തിന്നാൽ വീണ്ടും വീണ്ടും നടാനുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു ആവേശമാണ്. നമുക്ക് ഒഴിച്ചുകൂടാവാനാവാത്തൊരു ഫുഡ് ഐറ്റമാണല്ലോ നമ്മുടെ മരച്ചീനി അഥവാ കപ്പ എന്നൊക്കെ പറയണേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. പുഴുങ്ങി തിന്നാൻ ഇഷ്ടമല്ല, അല്ലെങ്കിൽ പച്ചയ്ക്ക് തിന്നാൻ എങ്കിലും ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും കാണില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനു വേണ്ടി ഇത് ചെയ്യണം കേട്ടോ. ഏറ്റവും ലാസ്റ്റ് ഉണ്ടായി വരുമ്പോൾ എലിയുടെ വായിക്കൂടെ തന്നെ പോവുമായിരിക്കും. എന്നാലും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ 2 കപ്പയൊക്കെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു സന്തോഷം, അതൊന്ന് വേറെ തന്നെയാണ്. ഇവിടെ നല്ല കരിയിലൊക്കെ ചീഞ്ഞ് നല്ല വളമുണ്ട് കേട്ടോ ഉണ്ടാവും. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നല്ല വിളവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എലി തിന്നു. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിലിടണം. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.